കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് നടത്തി തട്ടിപ്പിന് ശ്രമിച്ചതിൽ അന്വേഷണം തുടങ്ങി പോലീസ്. സൈബർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഉത്തരേന്ത്യൻ തട്ടിപ്പ് സംഘമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സൈബർ തട്ടിപ്പ് സംഘം വിളിച്ചപ്പോൾ താൻ ആശങ്കയിലായിപ്പോയെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പ്രതിസന്ധിയിലാകുമെന്ന് കരുതിപ്പോയെന്നും ശാന്തകുമാരി. ATS ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മുംബൈയിൽ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരോ. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് സിം കാർഡ് എടുക്കുകയും ആ സിം കാർഡ് എടുത്തത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന പ്രതിയാണ്. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത ശേഷം ഉള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ നമ്പർ കണ്ടെത്തിയത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ചോദിച്ചു, ഞാൻ പറയാം എനിക്ക് കണക്ഷനൊന്നുമില്ല, എനിക്കറിയില്ല അവിടെ ആയിട്ട്. അപ്പോൾ പിന്നെ അതില്ല, കാറിലാണ്, ഡ്രൈവറിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വെളിയിൽ വന്നിട്ടൊന്ന് കൊണ്ടുവരാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ്. അപ്പോൾ അയാൾ കൂടെ ഇരിക്കാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷാരിഖ്, MLAക്ക് ഒരു സംശയവും ആദ്യം മുതലേ തോന്നിയില്ല എന്നാണോ പറയുന്നത്? SKN തീർച്ചയായും MLAക്ക് ആദ്യം മുതൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സംശയം തോന്നിയിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ വലിയൊരു കൗതുകമായി നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവർ വിളിച്ച രീതിയും അതുപോലെ തന്നെ അവർ ഉന്നയിച്ച വാക്കുകളും ഉൾപ്പെടെ MLAക്ക് ഒട്ടും സംശയം തോന്നിയില്ല എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. കാരണം ഇത്തരം വാർത്തകൾ, ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒട്ടേറെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു MLAക്ക് പോലും ഇത് തിരിച്ചറിയാൻ കഴിയാതെ വന്ന വലിയ ദൗർഭാഗ്യകരമായി പോയി. അത്തരത്തിൽ അവർ ഇവരോട് സംസാരിച്ച രീതിയെല്ലാം വളരെ വിശ്വസനീയപൂർവ്വമായിരുന്നു എന്നാണ് MLA നമ്മളോട് പങ്കുവച്ചത്. ഇവർ ശരിക്കും ആശങ്കയിലായി പോയി. കാരണം ഒരു രാവിലെ MLAയുടെ പൊതുപരിപാടികൾക്ക് ഇറങ്ങാൻ നിൽക്കുന്നതിനിടെയാണ് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ഇത്തരത്തിൽ ആദ്യം ഓഡിയോ കോൾ വരുന്നത്. MLA അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പിന്നീട് വീഡിയോ കോൾ ഓൺ ചെയ്ത് ഒരു റൂമിനകത്ത്, അതായത് മറ്റു നോയ്സുകളും ഒന്നും ഇല്ലാത്ത ഒരു റൂമിനകത്ത് ഇരിക്കാൻ പറഞ്ഞു. കൂടെ ഭർത്താവിനെയും അതുപോലെ തന്നെ മകനെയും, വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിനെയും മകനെയും ഒപ്പം ഇരിക്കാൻ പറഞ്ഞു. ഇത്തരത്തിൽ കോളുകൾ മണിക്കൂറുകൾ നീണ്ട് ഇവർ ആദ്യം ഈ പഹൽഗാം ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ അഫ്സൽ എടുത്ത സിം താങ്കളുടെ നമ്പർ ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചു. MLAയോട് ആധാർ നമ്പർ ചോദിച്ചു. ആധാർ നമ്പർ MLA പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീണ്ടും സംശയം തോന്നിയതിനെ തുടർന്നാണ് MLAയുടെ മകൻ ഇവരോട് ചോദ്യം ചെയ്ത് ഇവരോട് തട്ടിക്കയറിയത്. അപ്പോൾ ഇവർ അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഒടുവിൽ MLAയുടെ ഡ്രൈവറാണ് ഇതിൽ വലിയ സംയോജിതമായ വലിയൊരു ഇടപെടൽ നടത്തിയത്. അദ്ദേഹം ഉടൻ തന്നെ കുഴൽമന്നം പോലീസിനെ വിവരം അറിയിച്ചു. കുഴൽമന്നം പോലീസ് ഉടനെ തന്നെ MLAയുടെ വീട്ടിലെത്തുകയും ഇത് ഫേക്ക് കോളാണെന്നും ഇത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമാണെന്നും MLAയെ ധരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് MLA കോൾ കട്ട് ചെയ്ത ശേഷം MLA തുടരെ വീണ്ടും വിളിച്ചു. ഇവർ മെസ്സേജ് അയക്കുകയും ചെയ്തു. അതായത് നിങ്ങൾ ഈ കോൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ വലിയ ആക്ഷനുകൾ നേരിടേണ്ടി വരും എന്നൊക്കെ ഈ മെസ്സേജിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് MLAക്ക് ഇതൊരു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പാണെന്നുള്ള കാര്യം മനസ്സിലായത്. തുടർന്ന് MLA അപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് വിവരം അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. നോർത്ത് ഇന്ത്യൻ സംഘം, അതായത് ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ വന്നതെല്ലാം നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരേന്ത്യൻ സംഘം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് മുൻപും ഒരുപാട് കേസുകളിൽ അറസ്റ്റിലായവരെല്ലാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉത്തരേന്ത്യൻ സംഘം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. പോലീസ് അതുപോലെ തന്നെ സൈബർ വിങ്ങും ഇത് ഊർജിതമായി അന്വേഷിച്ചു വരികയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.